ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ SCERT 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായം വിശാല സമതല ഭൂവിൽ എന്ന പാഠഭാഗമാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, അതിവിശാലമായ സമതല ഭൂമികൾ, പീഠഭൂമികൾ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, താഴ്വരകൾ മുതലായ വൈവിധ്യങ്ങളായ ഭൂരൂപങ്ങൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന വിവിധ ഭൂരൂപങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, അതിവിശാലമായ സമതല ഭൂമികൾ, പീഠഭൂമികൾ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, താഴ്വരകൾ. ഇതൊക്കെയാണ് ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന വിവിധ ഭൂരൂപങ്ങൾ. ഈ ഭൂരൂപങ്ങളൊക്കെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടവയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഒന്നായ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ പഠിച്ചത്. ഉത്തരപർവ്വത മേഖലയുടെ തെക്കുഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലം. അതിവിശാലമായ ഒരു എക്കൽ സമതലമാണിത്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മളിവിടെ പഠിച്ചത് ഉത്തരേന്ത്യൻ സമതലത്തെ പറ്റിയാണ്. ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായും സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരേന്ത്യൻ സമതലം. ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ടും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരേന്ത്യൻ സമതലം. ഇവിടെ കാണുന്നുണ്ടല്ലോ, ഉത്തരപർവ്വത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും നടുക്കായിട്ട് ആ യെല്ലോ കളറിൽ കൊടുത്ത ഭാഗമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലം. ഉത്തരപർവ്വത മേഖലയ്ക്ക് തെക്കായിട്ടും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്ക് ഭാഗത്തുമായിട്ടാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ സ്ഥാനം. ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു എക്കൽ സമതലമാണ്. അതുപോലെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നതും ഉത്തരേന്ത്യൻ സമതലത്തെയാണ്. ബാക്കി ഭാഗം നോക്കാം. ഇവിടെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന എക്കൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവശിഷ്ടങ്ങളാണ് എക്കൽ. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി, മണൽ, ചരൽ തുടങ്ങിയ ശിലകളുടെ അവശിഷ്ടങ്ങളാണ് എക്കൽ എന്ന് പറയുന്നത്. അപ്പം അടുത്ത ഭാഗത്തേക്ക് പോവാം. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങി ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. അപ്പം ഭൗമോപരിതലത്തിൽ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങി ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തന ഫലമായിട്ടാണ് ഭൗമോപരിതലത്തിൽ ഓരോ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. ആയതിനാൽ ഇവയെ ഭൂരൂപ രൂപീകരണ സഹായികളെന്നും ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകമായ പ്രക്രിയയെ ഭൂരൂപ രൂപീകരണ പ്രക്രിയകളെന്നും വിളിക്കുന്നു. ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോവുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ നിക്ഷേപണം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഭൗമോപരിതലത്തിൽ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങിയ ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായിട്ടാണ് ഭൗമോപരിതലത്തിൽ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമായിട്ടുള്ള പ്രക്രിയയാണ് ഭൂരൂപീകരണ പ്രക്രിയ എന്നറിയപ്പെടുന്നത്. ഭൂരൂപീകരണ സഹായികൾ ഏതൊക്കെയാണ്? ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാലകൾ തുടങ്ങിയവ. പിന്നെ നമ്മൾ പറഞ്ഞത് നിക്ഷേപണം. ഭൗതികവും രാസികവും ജൈവികവുമായിട്ടുള്ള പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോവുകയും അവ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നിക്ഷേപണം എന്നറിയപ്പെടുന്നത്. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കൂ. അവിടെ മഴത്തുള്ളികൾ വീഴുന്നുണ്ട്. മഴത്തുള്ളികൾ വീണിട്ട് ഇളകി കിടക്കുന്ന വസ്തുക്കളെ നീക്കിക്കൊണ്ടുപോയി താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഈ പ്രക്രിയയാണ് നിക്ഷേപണം എന്നറിയപ്പെടുന്നത്. അടുത്ത ഭാഗം നോക്കാം. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന്
അരുവികളാവുകയും പല അരുവികൾ ചേർന്ന് നദിയായി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായിട്ട് ഒഴുകിച്ചേർന്ന് അരുവികളാവുകയും പല അരുവികൾ കൂടി ചേർന്നിട്ട് നദിയായി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ അവസാദങ്ങളൊക്കെ വഹിച്ചു കൊണ്ടുവന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കും. അത് കാലക്രമേണ അതിവിശാലമായ നിക്ഷേപണ ഭൂരൂപങ്ങളായിട്ട് മാറുന്നു. നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് എക്കൽ സമതലങ്ങൾ. ഇവിടെ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ നദിയുടെ ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം എന്നിവയാണ് കാണിച്ചിരിക്കുന്നത്. നദി ഉത്ഭവിക്കുന്ന പ്രദേശമാണ് പ്രഭവസ്ഥാനം എന്നറിയപ്പെടുന്നത്. നദി ഉത്ഭവിക്കുന്ന പ്രദേശം പ്രഭവസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. നദികൾ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടം അറിയപ്പെടുന്നത് നദീമുഖം. നദികൾ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടമാണ് നദീമുഖം. അടുത്ത ഭാഗം, ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂയിഷ്ടമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. ഹിമാലയ രൂപീകരണ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായാണ് ഈ സമതലം രൂപം കൊണ്ടത്. ഇവിടത്തെ എക്കൽ നിക്ഷേപത്തിന്റെ കനം ഏകദേശം 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ്. ഹിമാലയ പർവ്വത രൂപീകരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഈ ദക്ഷിണാർദ്ധഗോളത്തിലുള്ള ഇന്ത്യൻ ഫലകം വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെഡിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വന്ന രൂപം കൊണ്ട പർവ്വതമാണ് ഹിമാലയ പർവ്വതം. ഹിമാലയ പർവ്വതത്തിന്റെ രൂപീകരണ ഫലമായി ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് അതിവിശാലമായിട്ടുള്ള ഒരു തടം രൂപം കൊണ്ടിരുന്നു. ഹിമാലയ രൂപീകരണ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നത്. ഈ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഒന്നുകൂടെ പറയാം. ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ട ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപം കൊണ്ടത്. ഉത്തരമഹാസമതലത്തിലെ എക്കൽ നിക്ഷേപത്തിന്റെ കനം എന്ന് പറയുന്നത് ഏകദേശം 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ്. 1000 മുതൽ 2000 മീറ്റർ വരെയാണ് ഉത്തരമഹാസമതലത്തിലെ എക്കൽ നിക്ഷേപത്തിന്റെ കനം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രമാണ് ഇതിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മൾ നേരത്തെ പഠിച്ച ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ടും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായിട്ടുമാണ് ഉത്തരേന്ത്യൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. കാണുന്നുണ്ടല്ലോ, മുകളിലെ ഹിമാദ്രി, ഹിമാചൽ സിവാലിക്, അതിന് തെക്ക് ഭാഗത്തായിട്ട് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്ക് ഭാഗത്തായിട്ടാണ് ഈ സമതലം കാണുന്നത്. അടുത്ത ഭാഗം നോക്കാം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഏതൊക്കെ നദികളായിരിക്കും? ഗംഗ, യമുന, ബെത്വ, കെൻ, സോൺ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, ടീസ്റ്റ, മാനസ്, ബ്രഹ്മപുത്ര, ദിമാങ്, ലോഹിത് തുടങ്ങിയ നദികൾ. ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികളെ യഥാക്രമം ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും വിളിക്കുന്നു. അപ്പം ഇവിടെ പറഞ്ഞത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികളെ അവയുടെ ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഹിമാലയൻ നദികൾക്ക് ഉദാഹരണം ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു.
ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി, മഹാനദി, കൃഷ്ണ, കാവേരി, ഗോദാവരി. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നു. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിന്റെ ശരാശരി വീതി 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഈ സമതലത്തിന്റെ അതിരുകൾ വടക്ക് സിവാലിക് പർവ്വതനിരകളും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അരികുകളുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരേന്ത്യൻ സമതലം. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 3200 കിലോമീറ്റർ വരെയാണ്. ഇന്ത്യയിലുള്ള നീളം 2400 കിലോമീറ്റർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് ഉത്തരേന്ത്യൻ സമതലം. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വീതി എത്രയായിരുന്നു? 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ് വീതി. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ബാക്കി സവിശേഷതകളാണ് ഇനി പറയുന്നത്. ഈ സമതലത്തിന്റെ വിസ്തീർണം ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാൽ ഈ പ്രദേശം കൃഷിക്ക് ഏറെ അനുയോജ്യമായ മേഖലയായി തീർന്നിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായി ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കാമെങ്കിലും നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിന്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയെ അടിസ്ഥാനമാക്കി അതിവിസ്തൃതമായ ഈ പ്രദേശത്തെ 4 പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ഇവിടെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരേന്ത്യൻ സമതലം. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 3200 കിലോമീറ്റർ വരെയാണ്. ഇന്ത്യയിലുള്ള നീളം 2400 കിലോമീറ്റർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് ഉത്തരേന്ത്യൻ സമതലം. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വീതി 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ്. വിസ്തീർണം ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ അതിരുകൾ വടക്ക് സിവാലിക് പർവ്വതനിരയും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയാണ്. കിഴക്ക് ഭാഗത്ത് വരുന്നത് പൂർവാഞ്ചലും. ഉത്തരേന്ത്യൻ സമതലത്തെ കൃഷിക്ക് അനുയോജ്യമാക്കുന്ന ഘടകങ്ങളാണ് വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി. ഭൂമിശാസ്ത്രപരമായി ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഉത്തരേന്ത്യൻ സമതലത്തെ പരിഗണിക്കാമെങ്കിലും നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിന്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയെ അടിസ്ഥാനമാക്കി അതിവിസ്തൃതമായ ഈ സമതലത്തെ 4 പ്രാദേശിക വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അവയാണ് രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം. ഉത്തരമഹാസമതലത്തെ 4 പ്രാദേശിക വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവയാണ് രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം. ഇവിടെ തന്നിരിക്കുന്ന ഈ മാപ്പിൽ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്നത് രാജസ്ഥാൻ സമതലം, പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന സമതലം, യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് ഗംഗാ സമതലം, അതിന് തൊട്ടടുത്തായിട്ട് ബ്രഹ്മപുത്ര സമതലമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ എന്തൊക്കെയായിരുന്നു? രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം. ഈ പ്രാദേശിക വിഭാഗങ്ങളാണ് ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഓരോ പ്രാദേശിക വിഭാഗങ്ങളുടെയും സവിശേഷതകളെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് രാജസ്ഥാൻ സമതലം. ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റമാണ്. ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല അതായത് അർദ്ധ വരണ്ട സമതലം അഥവാ രാജസ്ഥാൻ ബാഘർ എന്നും താർ മരുഭൂമിയെ 2 പ്രധാന മേഖലകളായി തരംതിരിക്കാം. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായിട്ടാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റമാണ്. താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റത്താണ്. താർ മരുഭൂമിയുടെ 2/3 ഭാഗവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. താർ മരുഭൂമിയുടെ 2/3 ഭാഗവും സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ബാക്കി ഭാഗമാണ് ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്. താർ മരുഭൂമിയെ 2 പ്രധാന മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് യഥാർത്ഥ മരുഭൂമി മേഖലയും മറ്റേത് അർദ്ധ മരുഭൂമി മേഖലയും. യഥാർത്ഥ മരുഭൂമി മേഖല എന്ന് പറയുന്നത് മരുസ്ഥലിയാണ്. മരുസ്ഥലിയാണ് യഥാർത്ഥ മരുഭൂമി മേഖല. അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം അല്ലെങ്കിൽ രാജസ്ഥാൻ ബാഗർ. അപ്പോൾ താർ മരുഭൂമിയെ 2 പ്രധാന മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. യഥാർത്ഥ മരുഭൂമി മേഖല അല്ലെങ്കിൽ മരുസ്ഥലി. ഈ അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം അല്ലെങ്കിൽ രാജസ്ഥാൻ ബാഗർ. ആരവല്ലി പർവ്വത നിരയുടെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന സമതലമാണ് രാജസ്ഥാൻ സമതലം. കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലത്തിലെ പ്രധാന നദിയാണ്. രാജസ്ഥാനിൽ നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട്. സാമ്പാർ, ദിദ്വാന, സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ്. രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന നദിയാണ് ലൂണി നദി. അതുപോലെ സാമ്പാർ, ദിദ്വാന, സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ ഉപ്പ് തടാകങ്ങളാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ചാബ് ഹരിയാന സമതലം. രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്കു കിഴക്കോട്ടും സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഫലഭൂയിഷ്ഠമായ ഒരു സമതലമായി മാറും. രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്ക് കിഴക്കുമായി വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണിത്. യമുനാ തീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ കിഴക്കൻ അതിര് യമുനാ നദിയാണ്. ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ വ്യാപ്തി ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. പടിഞ്ഞാറോട്ട് നേരിയ ചെരിവുള്ള ഈ സമതലത്തിന്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലം മുഖ്യമായും സത്ലജ്, ചലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ്. പഞ്ചാബ് 5 നദികളുടെയും നാടെന്നും അറിയപ്പെടുന്നു. പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദ്വീപുകളായി തരം തിരിച്ചിരിക്കുന്നു. എന്താണ് ദ്വീപുകൾ എന്നറിയാമോ? പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദ്വീപുകൾ. ഇവിടെ നമ്മൾ പഠിച്ച പഞ്ചാബ് ഹരിയാന സമതലത്തെ പറ്റി ഒന്നുകൂടെ പറയാം. രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്ക് കിഴക്കുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം. എന്താ പറഞ്ഞത്? രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്ക് കിഴക്കുമായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം വ്യാപിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ സ്ഥാനം. യമുനാ തീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ കിഴക്കൻ അതിര് എന്ന് പറയുന്നത് യമുനാ നദിയാണ്. ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം വ്യാപിച്ചിരിക്കുന്നത്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പടിഞ്ഞാറോട്ട് നേരിയ ചെരിവുള്ള ഈ സമതലത്തിന്റെ പ്രധാന ഭാഗങ്ങളായ പഞ്ചാബ് സമതലം രൂപം കൊണ്ടത് സത്ലജ്, ചലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ്. അപ്പം സത്ലജ്, ചലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് പഞ്ചാബ് ഹരിയാന സമതലം രൂപം കൊണ്ടത്. 5 നദികളുടെ നാടെന്ന് വിശേഷണമുള്ളത് പഞ്ചാബിനാണ്. പഞ്ചാബാണ് 5 നദികളുടെ നാട് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദ്വീപുകളായി തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദ്വീപുകൾ. പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദ്വീപുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് ആ പ്രധാനപ്പെട്ട 5 ദ്വീപുകളാണ് ഈ പഠിക്കാനുള്ളത്. ബിസ്ത് ജലന്ധർ ദ്വീപ് ബിയാസ്, സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു.
ബിസ്ത്, ജലന്ധർ ദോബ്, ബിയാസും സത്ലജ് എന്നീ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാരി ദോബ് ബിയാസ്, രവി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ബാരി ദോബ് ബിയാസ്, രവി എന്നീ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രചന ദോബ് രവി, ചിനാബ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. രചന ദോബ് സ്ഥിതി ചെയ്യുന്നത് രവി, ചിനാബ് എന്നീ നദികൾക്കിടയിലാണ്. ചാജ് ദോബ് ചിനാബ്, ചലം എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. സിന്ധ് സാഗർ ദോബ് ചലം, ചിനാബ് നദികൾക്കും സിന്ധു നദിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം പ്രധാനപ്പെട്ട 5 ദോബുകൾ ഏതൊക്കെയാണ്? ബിസ്ത് ജലന്ധർ ദോബ്, ബാരി ദോബ്, രചന ദോബ്, ചാജ് ദോബ്, സിന്ധ് സാഗർ ദോബ്. ബിസ്ത് ജലന്ധർ ദോബ് ബിയാസ് നദിക്കും സത്ലജ് നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാരി ദോബ് സ്ഥിതി ചെയ്യുന്നത് ബിയാസ്, രവി എന്നീ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രചന ദോബ് സ്ഥിതി ചെയ്യുന്നത് രവി നദിക്കും ചിനാബ് നദിക്കും ഇടയിൽ. ചാജ് ദോബ് സ്ഥിതി ചെയ്യുന്നത് ചിനാബ്, ചലം എന്നീ നദികൾക്കിടയിലാണ്. സിന്ധ് സാഗർ ദോബ് സ്ഥിതി ചെയ്യുന്നത് ചലം, ചിനാബ് നദികൾക്കും സിന്ധു നദിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ രാജസ്ഥാൻ സമതലവും പഞ്ചാബ്, ഹരിയാന സമതലവും പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് ഗംഗാ സമതലം. പഞ്ചാബ്, ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്ന നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 200 മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിന്റെ പൊതുവായ ചരിവ് കിഴക്കോട്ടും തെക്കു കിഴക്കോട്ടുമാണ്. അപ്പൊ ഗംഗാ സമതലത്തെ പറ്റി നമ്മൾ എന്താ പഠിച്ചത്? പഞ്ചാബ്, ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം. പഞ്ചാബ്, ഹരിയാന സമതലത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെയാണ് ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നത്. ഗംഗാ സമതലത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഗംഗാ സമതലം ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളാണ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ഗംഗാ നദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് അതിവിശാലമായ ഗംഗാ സമതലം രൂപപ്പെട്ടത്. ഗംഗാ സമതലത്തിന്റെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 200 മീറ്റർ വരെയാണ്. ഗംഗാ സമതലത്തിന്റെ പൊതുവായ ചരിവ് എങ്ങോട്ടാണ്? കിഴക്കോട്ടും തെക്കു കിഴക്കോട്ടുമാണ്. ഗംഗാ സമതലത്തിന്റെ പൊതുവായിട്ടുള്ള ചരിവ് കിഴക്ക് ഭാഗത്തേക്കും തെക്ക് കിഴക്കു ഭാഗത്തേക്കുമാണ്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അടിസ്ഥാനമാക്കി ഗംഗാ സമതലത്തെ വീണ്ടും 3ആയി തരംതിരിക്കാം. ഭൂമിശാസ്ത്രമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഗംഗാ സമതലത്തെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ഉപരിഗംഗാ സമതലം, മധ്യഗംഗാ സമതലം, കീഴ്ഗംഗാ സമതലം. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഗംഗാ സമതലത്തെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഉപരിഗംഗാ സമതലം, മധ്യഗംഗാ സമതലം, കീഴ്ഗംഗാ സമതലം. ഇവിടെ ഗംഗാ സമതലത്തിന്റെ ഉപവിഭാഗങ്ങളുടെ മാപ്പാണ് കാണിച്ചിരിക്കുന്നത്. ആ പർപ്പിൾ കളറിൽ കൊടുത്തിരിക്കുന്നത് ഉപരിഗംഗാ സമതലം, ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് മധ്യഗംഗാ സമതലവും യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത് കീഴ്ഗംഗാ സമതലവുമാണ്. ഇപ്പോൾ നമ്മൾ രാജസ്ഥാൻ സമതലം, പഞ്ചാബ്, ഹരിയാന സമതലം പഠിച്ചു, ഗംഗാ സമതലവും പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് ബ്രഹ്മപുത്ര സമതലത്തെ പറ്റിയാണ്. ബ്രഹ്മപുത്ര സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗമായ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. അസമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലത്തിന് ഏകദേശം 720 കിലോമീറ്റർ നീളവും ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. പൊതുവെ
ഉത്തരേന്ത്യൻ സമതലത്തിന്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമതലത്തെ കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മപുത്ര സമതലം വേറിട്ട് നിൽക്കുന്നു. വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പത്കായ് നാഗ കുന്നുകളും തെക്ക് ഗാരോ ഖാസി ജയന്തിയ കുന്നുകളും മിഗിർ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ചു നിർത്തുന്നു. ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറായി കീഴ്ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മപുത്ര സമതലത്തെ പറ്റി നമ്മൾ എന്താ പഠിച്ചത്? ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ടാണ് ബ്രഹ്മപുത്ര സമതലം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സമതലമാണ് ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്ര സമതലം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിവ. ബ്രഹ്മപുത്ര സമതലത്തിന്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം. ബ്രഹ്മപുത്ര സമതലത്തിന്റെ അതിർത്തികൾ എന്ന് പറയുന്നത് അസമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെയാണ് ബ്രഹ്മപുത്ര സമതലം വ്യാപിച്ചു കിടക്കുന്നത്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ വീതി 60 മുതൽ 70 കിലോമീറ്റർ വരെയാണ്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ നീളം എത്രയാണ്? 720 കിലോമീറ്റർ വരെ. ബ്രഹ്മപുത്ര സമതലത്തിന്റെ വടക്കൻ അതിരായി കാണുന്നത് കിഴക്കൻ ഹിമാലയമാണ്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ കിഴക്കൻ അതിര് പത്കായ് നാഗ കുന്നുകളാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ തെക്കേ അതിരിൽ സ്ഥിതി ചെയ്യുന്നത് ഗാരോ ഖാസി ജയന്തിയ കുന്നുകളും മിഗിർ കുന്നുകളുമാണ്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറേ അതിരിൽ സ്ഥിതി ചെയ്യുന്നത് കീഴ്ഗംഗാ സമതലമാണ്. ബാക്കി ഭാഗം നോക്കാം. ഏകദേശം 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ബ്രഹ്മപുത്ര നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് രൂപപ്പെട്ടത്. ടീസ്റ്റ, മാനസ്, ലോഹിത്, ദിബാങ് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ. ഈ സമതലം എക്കൽ വിശറികളാൽ സമ്പന്നമാണ്. നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും ആയതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എക്കൽ വിശറികൾ. അപ്പം ബ്രഹ്മപുത്ര സമതലം എക്കൽ വിശറികളാൽ സമ്പന്നമാണ് എന്നാണ് പറയുന്നത്. ബ്രഹ്മപുത്ര സമതലത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് 56,275 ചതുരശ്ര കിലോമീറ്റർ ആണ്. ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്ര നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതാണ്. ടീസ്റ്റ, മാനസ്, ലോഹിത്, ദിബാങ് എന്നിവയാണ് ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികൾ. അതുപോലെ ബ്രഹ്മപുത്ര സമതലം എക്കൽ വിശറികളാൽ സമ്പന്നമാണ്. അപ്പോൾ എന്താണ് ഈ എക്കൽ വിശറികൾ എന്ന് പറഞ്ഞാൽ? നദികൾ സമതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എക്കൽ വിശറികൾ. നദികൾ സമതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എക്കൽ വിശറികൾ. ബാക്കി ഭാഗം നോക്കാം. സമതല പ്രദേശത്തിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളായി പിരിയുന്നു. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും പിന്നീടവ ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നമ്മളിവിടെ പറഞ്ഞത് നദികൾ സമതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെട്ട് ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് എക്കൽ വിശറികൾ എന്ന് പറയുന്നത്. സമതലത്തിലൂടെ തുടർന്ന് ഒഴുകുന്ന നദികൾ പല ചാലുകളായിട്ട് പിരിഞ്ഞു പോകും. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നദികൾ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നത് അറിയപ്പെടുന്ന പേരാണ് നദീ മിയാൻഡറിങ് അല്ലെങ്കിൽ നദീവലയങ്ങൾ. നദികൾ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്നത് അറിയപ്പെടുന്ന പേരാണ് നദീ മിയാൻഡറിങ് അല്ലെങ്കിൽ നദീവലയങ്ങൾ. മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളുമാണ് ഇനി പഠിക്കുന്നത്. നദി താരതമ്യേന ചെരിവ് കുറഞ്ഞതോ നേരിയ ചെരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിൻ്റെ ഫലമായി നദി വളഞ്ഞു പുളഞ്ഞു ഒഴുകി വലയങ്ങൾ സൃഷ്ടിക്കുന്നു. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും
നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകമായി മാറുകയും ചെയ്യുന്നു. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഓക്സ്ബോ തടാകം കാണാൻ കഴിയും. അപ്പോൾ ഓക്സ്ബോ തടാകം എങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്ന് പറയാം. ചരിഞ്ഞ പ്രദേശങ്ങളിലൂടെ നദി ഒഴുകുമ്പോൾ അവിടെയുള്ള അവസാദ നിക്ഷേപങ്ങൾ കാരണം നദിയുടെ ഒഴുക്കിനെ അത് തടസ്സപ്പെടുത്തും. അതിൻ്റെ ഫലമായിട്ട് നദി വളഞ്ഞു പൊളഞ്ഞ് ഒഴുകാൻ തുടങ്ങും. ഇങ്ങനെ ഒഴുകുമ്പോൾ അവിടെ വലയങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണമാകും. തുടർച്ചയായിട്ടുള്ള അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ എന്താവും? കൂടുതൽ വളയും. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിച്ച് അങ്ങ് ഒഴുകാൻ തുടങ്ങും. നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ടു പോയിട്ട് ഒറ്റപ്പെട്ട തടാകമായിട്ട് മാറും. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ SCERT 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം വിശാല സമതല ഭൂവിൽ എന്ന പാഠത്തിലെ പകുതി ഭാഗമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളെ കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.